ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അതിന്റെ ഒരു മിനി വ്ലോഗാണ് ട്ടോ ഇന്ന് കാണിക്കുന്നത്. ഓഫ് കോഴ്സ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഏത് കല്യാണം വന്നാലും നമ്മൾ പെരുന്നാളിന്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ രാവിലെ തന്നെ ഞാനും വാപ്പിയും ഉമ്മയും അച്ഛനും കൂടെ ഞങ്ങൾ നാലാളും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാണ് ട്ടോ. അപ്പോൾ ദാ ആ അറ്റത്തുനിന്ന് വരുന്ന ബസ്സിലാണ് നമ്മൾ കല്യാണത്തിന് പോണത്. ഇതെന്റെ മൂത്താപ്പാടെ മോളുടെ ഭർത്താവിന്റെ അനിയന്റെ കല്യാണമാണ് ട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസ് ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റു. അങ്ങനെ ഞങ്ങൾ കല്യാണ ഹാളിൽ എത്തിയപ്പോൾ ദാ ഇതാണ് അവസ്ഥ. ആരും വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ചു നേരം പോസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ട്ടോ. ചെക്കന്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ വല്ലാണ്ട് നേരത്തെ ആയി പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്യാമറാമാനന്മാർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കായിരുന്നു ട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആൾ നൈസായിട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിലേക്ക് പോകാനായിട്ട് പോവാണ്. ഞങ്ങൾ ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അച്ചുവിന് എവിടെ ഇരിക്കണം എന്നായിരുന്നു കൺഫ്യൂഷൻ. അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് നമ്മൾ ഹാളിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഹാൾ എത്തിയിട്ടുണ്ട്. കുറച്ചു നേരം അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ചെക്കനും പെണ്ണും വന്നിട്ടില്ല. ഇതാണ് എന്റെ മൂത്താപ്പാടെ മോള് ട്ടോ, അതായത് എന്റെ ഇത്താത്ത. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ബിരിയാണി കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ട്ടോ. പിന്നെ ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി, ഐസ്ക്രീം കഴിക്കൽ തന്നെ. അതങ്ങനെ കുറച്ച് നേരം കഴിച്ചിട്ടുണ്ട്. ഒരു 2-3 ട്രിപ്പൊക്കെ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹാളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഓടി നടക്കുന്ന ചിടുങ്ങുണ്ടല്ലോ, ഇതെന്റെ ഇത്താത്താടെ മോനാണ് ട്ടോ. കുറുമ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്ത കുട്ടിയാണ്. പക്ഷെ കല്യാണം വൈബാക്കിയത് അവനാണ് ട്ടോ. അവൻ അവൻ്റെതായ രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കായിരുന്നു, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെണ്ണിന്റെ എൻട്രി ആണ്. നല്ല അടിപൊളി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ലൊരു എൻട്രി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം സൂഫി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയും വാപ്പയും കൂടെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് ട്ടോ. പിന്നെ നമ്മൾ റിസപ്ഷന് പോകാനായിട്ട് റെഡി ആവാനായിട്ട് ഇത്താത്താടെ വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് പോവാണ്. ഇവിടെ ഒരാൾ നല്ല ബിസിയാണ് ട്ടോ ഫോണിൽ. പിന്നെ നമ്മൾ റിസപ്ഷന് പോയപ്പോൾ ആ ചെക്കൻ്റെ പെണ്ണിന്റെ എൻട്രി ആണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പിള്ളേരുടെ ഡാൻസ് ഒക്കെ കണ്ട് വൈബായിട്ട് ഇരിക്കുകയാണ് ട്ടോ. വൈകിട്ടായപ്പോഴാണ് മൂത്താപ്പയും അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് എന്റെ മൂത്താപ്പ. അതിന്റെ അപ്പുറത്തിരിക്കുന്നത് അമ്മായിമാരും പിന്നെ മൂത്തും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് പിന്നെ നമ്മൾ റിസപ്ഷന്റെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ട്ടോ.